നമ്മൾ ബിസിനസ്സുകളെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കോമ്പറ്റീഷൻ ഒരു വലിയ ചാലഞ്ചായിട്ട് നമ്മൾ പറയാറുണ്ട്. ഒരുപാട് കോമ്പറ്റീഷനുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഷോപ്പിംഗ് മോൾ, കോമ്പറ്റീഷന് ഗുണങ്ങളുമുണ്ട് എന്നല്ലേ അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. മാർവാടികളൊക്കെ അവരാണല്ലോ ചാമ്പ്യന്മാർ. മാർവാടികൾ പ്രത്യേകത അറിയല്ലോ, അവർ ബിസിനസ് അല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കില്ല. അവർ ബിസിനസ് ഒരിക്കലും പരാജയപ്പെടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വർക്ക് ചെയ്തിട്ട് അവരൊരു കൾച്ചറിൻ്റെ ഭാഗമാണ് അത്. കല്യാണ വീട്ടിൽ പോയാലും ബിസിനസ് സംസാരിക്കുന്നത്. അതെ. അവർ മാർക്കറ്റിൽ ഏറ്റവും മുന്തിയ സ്ഥലം നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ബിസിനസ് ഉള്ള സ്ഥലത്ത് അവർ എടുക്കുള്ളൂ, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഒരു മാളിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 15 അല്ലെങ്കിൽ 20 സ്വർണ്ണക്കടകൾ കാണാം അവിടെ. മറ്റുള്ള അങ്ങനെ 15-20 സ്വർണ്ണക്കടകൾ കാണുമ്പോൾ വലിയ വലിയ ബ്രാൻഡുകളും അവിടേക്ക് വരും. അതോടുകൂടി അവിടെ കോമ്പറ്റീഷൻ എന്ന് പറയുന്ന സാധനം തീരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കസ്റ്റമർ കിട്ടുന്നു. കസ്റ്റമർ അവിടെ വരുന്നു, ഈ ഷോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവിടെ അപ്പുറത്ത് കയറുന്നു. നിങ്ങൾക്ക് കസ്റ്റമറെ കിട്ടും. നിങ്ങൾക്ക് അവരെ ബിസിനസ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. നിങ്ങളെ ബിസിനസ് എങ്ങനെ ചെയ്യാൻ, നിങ്ങളെ പ്രൈസിങ്, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രത്യേകതകൾ, സർവീസ്, മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ബിസിനസ് കറക്റ്റ് ആവുള്ളൂ. പക്ഷെ കസ്റ്റമറെ കിട്ടും. മാർക്കറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് ഡെവലപ്പ് ആവുന്നു. ഒരു ക്രൗഡ് എല്ലാവരും അങ്ങോട്ട് വരും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മാളിൽ പോയി ഒരു സാധനം അന്വേഷിച്ച് മാളിൽ പോയി, ആ മാളിൽ ഒറ്റ കടയുള്ളൂ. ആ കടയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? അടുത്ത മാളിലേക്ക് പോകണം. അവിടെ നിന്ന് സാധനം മേടിക്കുന്നില്ല. അതേസമയം ഈ ക്രൗഡഡായ ഏരിയയിൽ വന്നിട്ട് നിറയെ കോമ്പറ്റീഷനുള്ള മാർക്കറ്റിൽ വന്നിട്ട് നമ്മൾ ഒരു സാധനം അന്വേഷിച്ച് അവിടെ കിട്ടിയില്ലെങ്കിൽ അടുത്ത കടയിൽ കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് കിട്ടും. അപ്പോൾ ആൾക്കാരൊക്കെ കൂടുതൽ അങ്ങോട്ട് പോകും. നമ്മൾ എന്തിനാണ് ഫിഷ് മാർക്കറ്റിൽ പോകുന്നത്? അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 50-60 സ്റ്റാളുകൾ ഉണ്ടാവും. ഒരു സ്റ്റാളിൽ നിന്ന് ചിലപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം പിക്കുകയും അടുത്തേൽ പോകുമ്പോൾ അടുത്തേൽ കിട്ടും. അതാണ് മാർക്കറ്റ് ഡെവലപ്പാണ്. കോമ്പറ്റീഷൻ ഒരിക്കലും നമ്മളെപ്പോഴും ബിസിനസ് ചെയ്യുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ പോയിട്ട് ഇരുന്നാലേ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനെ കിട്ടിയെന്ന് വരില്ല. ലൊക്കേഷൻ നന്നായാൽ മാത്രമാണ് അവിടേക്ക് കസ്റ്റമർ വരുള്ളൂ. പിന്നെ അവിടെ വരുന്ന കസ്റ്റമറെ നിങ്ങളുടെ കഴിവും നിങ്ങളുടെ USP ഉണ്ടല്ലോ, അതൊക്കെ ഉപയോഗിച്ചിട്ട് കസ്റ്റമറെ ബയ്യറായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കുള്ള കഴിവാണ് നിങ്ങളുടെ ബിസിനസ്സിൽ നിലനിൽക്കുക. ആ കഴിവില്ലെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നിന്ന് കാലിയാക്കി കൊണ്ടുവരും. ബിസിനസ് ചെയ്യാനും കൂടി അറിയണം. അവിടെയാണ് പ്രത്യേകത.